ഹായ്, ഞാൻ പ്രിയ ഷാജി. എലവന്തിട്ടാണ് എൻ്റെ വീട്. ഞാൻ താമര കൃഷിയുണ്ട് എനിക്ക്. പിന്നെ മറ്റു ചെടികളും ഉണ്ട്, ഇലച്ചെടികളും ഒക്കെ ഉണ്ട്. എന്നാലും താമരയാണ് കൂടുതൽ ചെയ്യുന്നത്. ഒരു 11 വെറൈറ്റിയോളം ഇപ്പോൾ എനിക്കുണ്ട്. അതിൽ കുറേയൊക്കെ പൂവുണ്ട്, കുറേയൊക്കെ ഞാൻ അമ്പലത്തിലുമൊക്കെ ഇവിടുന്ന് പൂ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറേ വെറൈറ്റികളുണ്ട്, കുറേത്തിലൊക്കെ പൂവുണ്ട്. ഇത് ലക്ഷ്മിയാണ്. ഇത് വൈറ്റ് പിയോണിയാണ്. വൈറ്റ് പിയോണി ഇതെല്ലാമാണ്. പിന്നെ ഇത് ഒക്ടോപ്പസ് ആണ്. ഇതെല്ലാതാണ് ഒക്ടോപ്പസ്. അത് പിങ്ക് ക്ലൗഡാണ്. അത് പിങ്ക് ക്ലൗഡ്. ഇതും പിങ്ക് ക്ലൗഡാണ്. ഇത് വിരിയുന്നതേ ഉള്ളൂ. ഈ അമ്പലത്തിലേക്ക് കുറെ കൊണ്ടുപോകേണ്ട ഇപ്പം കുറവാണ്. എല്ലാത്തിലും ഒന്നും പോവില്ല. പിന്നെ മുട്ടായി വരുന്നതേ ഉള്ളൂ. ഇതും പിങ്ക് ക്ലൗഡാണ്. പിന്നെ ഇതൊക്കെ ഉണ്ട്, അമേരിക്കമേലിയ എന്ന് പറഞ്ഞാൽ അതെല്ലാം പൂവായിട്ട് ഇനി അടുത്തിപ്പോൾ മൊട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് അഖില എന്ന് പറയുന്നതാണ്. അത് ഇന്നലെ ഉണ്ടായിരുന്ന പൂവ് ഒരാൾ കൊണ്ടുപോയി. വലിയ പൂവാണത്, അഖില. പിന്നെ ഇത് മഞ്ഞയാണ്, യെല്ലോ പിയോണിയാണ്. അത് പോയി അടുത്ത മൊട്ട് ഇനി വരുന്നതേ ഉള്ളൂ. ഇത് അമേരിക്കമേലിയാണ്. ഇത് ഇന്നലെ മഴ പെയ്തുകൊണ്ട് അത് താഴോട്ടൊന്ന് പോയി. അതിനാണ് നമ്മൾ ഈ കമ്പൊക്കെ കൊടുത്ത് വെച്ചേക്കുന്നത്. കമ്പ് കൊടുത്തല്ല, അല്ലെങ്കിൽ ചാഞ്ഞു പോവും, ഇല്ല ഒടിഞ്ഞു വെക്കും. താമര നടുന്ന വിധം ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് നടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പിന്നെ ചാണകപ്പൊടി ഇടണം കുറച്ച്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒരു എല്ലുപൊടി ഇടണം. അത് കഴിഞ്ഞിട്ട് ഒരു 3/4 ഇത്ര ഈ ഭാഗം വരെ നമ്മൾ ഒന്നി കണ്ടത്തിൽ നിന്നുള്ള ചേറ്, അല്ലെങ്കിൽ ഈ ഹെക്കൽ മണ്ണ്. ഞാൻ ഹെക്കൽ മണ്ണാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതിൻ്റെ തണ്ടാണ് ഞാൻ നടുന്നത്, വിത്തല്ല. തണ്ട് വാങ്ങി ഓൺലൈനിൽ നിന്ന് വാങ്ങിയാണ് നടുന്നത്. അപ്പോൾ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ തണ്ട് നടുന്നത്. പിന്നെ നമ്മൾ ഒരു 3-4 ഇല വരുമ്പോഴത്തേന് ഈ DAP എന്നും പറഞ്ഞൊരു വളമുണ്ട് താമരയുടെ. അത് ഞാൻ ഓൺലൈനിൽ വരുത്താണ്, അതിടും. അത് കഴിഞ്ഞൊരു 15 ദിവസം കഴിയുമ്പോഴത്തേന് നമ്മൾ 18 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ NPK അത് കൊടുക്കും. വീണ്ടും 15 ദിവസം കഴിയുമ്പോൾ ഈ DAPയും 18 NPK ഇങ്ങനെ മാറി മാറി നമ്മൾ കൊടുത്താണ് ഇങ്ങനെ ആവുന്നത്. അപ്പം നല്ലതായിട്ട് നമ്മൾ നല്ല വെയിൽ വേണം ഇതിന്. വെയിലില്ലെങ്കിൽ പൂക്കാൻ പ്രയാസമാണ്. നല്ല വെയിൽ കിട്ടണം. ഇത് അവിടെ നിന്ന് ബാക്കി ഞാൻ നട്ടതായി, അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇത് യെല്ലോ പിയോണിയാണ്. പിന്നെ ഇതും കുറേ വെറൈറ്റികളുണ്ട്. ഇതെല്ലാം മൊട്ടായി വരുന്നതേ ഉള്ളൂ. ഇത് എനിക്ക് ഒരുപാട് സെയിലുണ്ട്. ഡ്രമ്മോടെ കൊടുക്കുന്നുണ്ട്, തണ്ട് കൊടുക്കുന്നുണ്ട്. നല്ല വരുമാനമാണ് ഇത്. ഇഷ്ടം പോലെ ക്യാഷ്